നമ്മുടെ LDC എക്സാമിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം ഇന്ന് ജൂലൈ 27, 2024 അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു, ഈസിയാണോ, മോഡറേറ്റ് ആണോ, ഡിഫിക്കൽട്ടാണോ, ഇനി വരാൻ പോകുന്ന ഫേസിലുള്ള ഉദ്യോഗാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇതൊരു കട്ട് ഓഫ് പ്രഡിക്ഷനോ അല്ലെങ്കിൽ ആൻസർ കീ ചെക്കിങ്ങോ അതൊന്നുമല്ല. ഇന്നത്തെ എക്സാമിന് ഒരു നല്ല രീതിയിൽ ഒരു 5-6 മാസം കഷ്ടപ്പെട്ട് LDCക്ക് വേണ്ടി പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, സ്റ്റേറ്റ്മെൻറ്റ് ലെവലും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ PSCയുടെ 1 വേൾഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ തന്നെ ഒരു പാറ്റേൺ ചേഞ്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. കുറേ ക്വസ്റ്റ്യൻസൊക്കെ പാറ്റേൺ ചേഞ്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ PSCയുടെ PYQ വളരെ റെയർ ആയിട്ടാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ. അങ്ങനെ ഒരുപാട് PYQ റിപ്പീറ്റേഷനൊന്നും ഉണ്ടായിട്ടില്ല. വളരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതൊരിക്കലും ഒരു ഈസി ക്വസ്റ്റ്യൻ പേപ്പറായി ഐ വോണ്ട് ക്ലാസിഫൈ. ഇതൊരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ടി രീതിയിലേക്ക് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീട്ടിലിരുന്ന് എക്സാം എഴുതുന്നവർക്ക് ഇത് എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. പക്ഷേ ഇന്ന് എക്സാം ഹാളിൽ എഴുതിയവർക്ക് ഇതൊരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽസ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ഭയങ്കരമായി ബുദ്ധിമുട്ടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ജാലിയൻ വാലാബാഗ് റിലേറ്റഡ് ആയിട്ട് 1921 നടന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സോ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ റിലേഷൻസുമായി അല്ലെങ്കിൽ അന്താരാഷ്ട്രപരമായി നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നാറ്റോ റിലേറ്റഡ് ആയിട്ട് ഉക്രൈൻ റഷ്യ യുദ്ധമൊക്കെയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സൗദി അറേബ്യ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഇൻ്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അഗെയിൻ നമ്മൾ ഇപ്പോൾ എക്കണോമിക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എക്കണോമിക്സ് വാസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ, എക്കണോമിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അത് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട് 15ാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. 6.50% നിലനിർത്തി തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നത് അത്രയും ഡെപ്തായിട്ടുള്ള നമ്മൾ ഈ LDC എക്സാമിന് ഫോക്കസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് എല്ലാവർക്കും കിട്ടണം എന്നുള്ളത്. അത് വായിച്ച് ജസ്റ്റ് വായിച്ച് ഓർമ്മയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ആ ഒരു ക്വസ്റ്റ്യനൊക്കെ കിട്ടുകയുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഈ 16th ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. 17th ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. പോസ്കോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെ. പോസ്കോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് അതിലെ എലിമിനേഷൻ അല്ലേ. പോസ്കോ കേസുകളിൽ കുട്ടികളുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലായിരിക്കണം. അല്ല, തെറ്റാണ്. അല്ല, ഔദ്യോഗിക വേഷത്തിലാകരുത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി. അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിവേ, നമ്മൾ സയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കരമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 10th ലെവലിൽ തന്നെയായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സയൻസിലെ ക്വസ്റ്റ്യൻസും വാസ് മാനേജബിൾ. ഓക്കെ, എളുപ്പമെന്ന് ഞാൻ പറയുന്നില്ല, അത്ര ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇറ്റ് വാസ് മാനേജബിൾ. അങ്ങനെ നമ്മൾ GK പോർഷൻ മുഴുവനായി എടുത്ത് നോക്കുകയാണെങ്കിൽ വൺ ക്യാൻ ഈസിലി സ്കോർ. നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് ഈസിലി ക്യാൻ സ്കോർ ഒരു 32 മാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അവർ ചിന്തിച്ച് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 32 മാർക്കൊക്കെ അവർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കുറച്ച് ഗവൺമെൻറ് സ്കീം അല്ല, കേരള ഗവൺമെൻറ്റിൻ്റെ സ്കീംസൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവർ, നല്ല രീതിയിൽ പഠിച്ചവർക്കൊക്കെ ഇന്ന് ഭയങ്കരമായി ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അതേപോലെ പുതിയ പദവികളിലുള്ള അപ്പോയിൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അടുത്ത ഫേസസിൽ എഴുതുന്നവർക്കുള്ളൊരു സൂചനയാണ്. നിങ്ങൾ ഗവൺമെൻറ് സ്കീംസ് നല്ലതുപോലെ പഠിക്കുക, കേരള ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും. ഓക്കെ, ഗിവ് മോർ ഫോക്കസ് ടു കേരള ഗവൺമെൻറ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ന്യൂസിലും ഫോക്കസ് കൊടുക്കുക. ഈ നാറ്റോവും റഷ്യ ഉക്രൈനും അതിൻ്റെ യുദ്ധമൊക്കെ ഇനിയും റിപ്പീറ്റ് ചെയ്യാം കറണ്ട് അഫയേഴ്സിൽ. ഓക്കെ, അതേപോലെ തന്നെ പുതിയ അപ്പോയിൻമെൻറ്റുകൾ, പുതിയ അന്താരാഷ്ട്ര വേദികൾ, അതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ ആദിത്യ L1 ഒരുപാട് എക്സാംസിൽ റിപ്പീറ്റ് ചെയ്ത്
ഓക്കെ, ആദിത്യ L1 ഇപ്പോൾ നടന്ന എല്ലാ എക്സാംസിലും ആദിത്യ L1ൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനി നടക്കാൻ പോകുന്ന LDC എക്സാമിലും ആ ഒരു റെപ്യൂട്ടേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമ്മൾ ഇനി ഇംഗ്ലീഷ് മലയാളം മാത്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ, ഇറ്റ് വാസ് ഓക്കെ. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എല്ലാ ചോക്ലേറ്റിൽ കഴിക്കുക, പിഞ്ഞാണ വർണ്ണൻ, ഓക്കെ, പുട്ട് ഔട്ട് അല്ലേ, ഒരു കേരള പാനിനി, ഒരു അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. മലയാളത്തിൽ ഒരു നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് വളരെ എളുപ്പത്തിൽ ഒരു 6 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് മലയാളത്തിലുണ്ടായിരുന്നത്. ഇംഗ്ലീഷും അതേപോലെ തന്നെ നോട്ട് സോ ഡിഫിക്കൽട്ട്. ഇംഗ്ലീഷും ഇറ്റ് വാസ് ഓക്കെ, ഒരു 6 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്കൊക്കെ നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ആൻഡ് മാത്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും വാസ് നോ സോ ഡിഫിക്കൽട്ട് അല്ലായിരുന്നു. ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്ത് 10 ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു 6 മാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 32 മാർക്ക് ഒരു ഉദ്യോഗാർത്ഥി GK പോർഷനിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ആൻഡ് മലയാളത്തിന് 6, മാത്സിന് 6, അതേപോലെ തന്നെ ഇംഗ്ലീഷിന് 6, അങ്ങനെ നോക്കുകയാണെങ്കിൽ 0, 2, ഒരു 50 മാർക്കൊക്കെ ഇന്നത്തെ എക്സാമിന് ഒരു നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ കട്ട് ഓഫ് അല്ല പറയുന്നത്, 50 മാർക്കൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ അതിനർത്ഥം നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി എന്ന് തന്നെയാണ്. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തു, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ആണ്. ഫൈനൽ ആൻസർ കീക്ക് ശേഷം നിങ്ങൾക്ക് 50 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ 50-55ൻ്റെ ഇടയിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. യു ഗൈസ് ജസ്റ്റ് റോക്ക്. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്നല്ല പറയുന്നത്. കട്ട് ഓഫ് നമുക്കറിയാം, LDC ലിസ്റ്റ് ചുരുങ്ങാൻ പോവും. ഓക്കെ, കഴിഞ്ഞ തവണത്തെ വന്ന അത്ര വലിയ ലിസ്റ്റ് ആയിരിക്കില്ല ഇനി വരാൻ പോകുന്നത്. അതൊക്കെ ഒരു ഫാക്ടറാവും കട്ട് ഓഫ് അനലൈസിസ് ഒക്കെ വരുന്ന സമയത്ത്. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത് 53-നും 58-നും ഇടയിലാണ്. ഓക്കെ, ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സേഫ് സ്കോർ. ഓക്കെ, പിന്നെ ഇനി വരുന്ന അടുത്ത ഘട്ടങ്ങളിലുള്ള ഉദ്യോഗാർത്ഥികൾ ഞാൻ പറഞ്ഞതുപോലെ ഗവൺമെൻറ് സ്കീംസ്, ഇൻ്റർനാഷണൽ ന്യൂസും കാര്യങ്ങൾ, വേദികൾ, പുതിയ അപ്പോയിൻമെൻറ്റുകൾ, അത് പഠിച്ചാൽ തന്നെ 10-11 മാർക്കിൻ്റെ അടുത്ത് നിങ്ങൾക്കായി. ഓക്കെ, ഇംഗ്ലീഷും മലയാളം മാത്സും നല്ല രീതിയിൽ പഠിക്കുക, അതേപോലെ തന്നെ കറണ്ട് അഫെയർസും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കണ്ട് നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യുമ്പോഴേക്ക് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര കിട്ടി, ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ അല്ലേ? ഇതിനേക്കാൾ സേഫ് സ്കോർ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലുള്ള യോജിപ്പും കാര്യങ്ങളും കമൻറ്റും ഒക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.